പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാന സിലബസിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ്. ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത് 2.44 ലക്ഷം കുട്ടികളാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53,421 പേരുടെ കുറവാണ് ഇത്തവണയുള്ളത്. 3 വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം കുട്ടികളുടെ കുറവ്. സംസ്ഥാനത്താകെ പ്രവേശനം നേടിയത് 39.94 ലക്ഷം വിദ്യാർത്ഥികളാണ്. വിദ്യാഭ്യാസ വകുപ്പാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ടിൻഡു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ടിൻഡു, ഈ കേരള മോഡൽ കണ്ടു പഠിക്കൂ എന്നൊക്കെ ഇടത് സർക്കാർ അവകാശവാദം മുടക്കുന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളും പിന്നാക്കാവസ്ഥയിലാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, 2024 പുതിയ അധ്യയന വർഷം പിറക്കുമ്പോൾ 53,421 കുട്ടികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് എടുക്കുമ്പോൾ 1 ലക്ഷത്തോളം കുട്ടികൾ കേരള സിലബസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കേരള സിലബസിനോടുള്ള താല്പര്യക്കുറവാണ് ഇത്തരത്തിൽ ഈ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായി തന്നെ പറയാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വർഷം ഏതാണ്ട് 2.44 ലക്ഷം കുട്ടികളാണ് അഡ്മിഷൻ, അതായത് ഈ 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. പ്രവേശനം നേടിയത് 39.94 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം പിറക്കുമ്പോൾ കേരള സിലബസ് പഠിക്കാനായി എത്തുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായി എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഒരു ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഏതാണ്ട് 20 കുട്ടികൾക്ക് താഴെയാണ് കുട്ടികൾ ഈ കേരള സിലബസ് പഠിക്കാൻ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖല പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കേരള സിലബസ് പഠിക്കാൻ താല്പര്യക്കുറവും ഒരുപോലെ ജീവിത സാഹചര്യം ഒരുപക്ഷെ കേരള സിലബസ് പഠിച്ചതിലൂടെ മെച്ചപ്പെടാൻ സാധിക്കില്ല എന്നൊരു തോന്നലുമായിരിക്കണം ഇത്തരത്തിലുള്ള രീതികളിലേക്ക് പോകുന്നതിന് കാരണമായിട്ട് തന്നെ ചൂണ്ടിക്കാണി. എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.